സുഹൃത്തുക്കളെ നമസ്കാരം. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അവരോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. പക്ഷെ വിഷമമായിപ്പോയി. അവരങ്ങനെയാണ്. അവർ ഒരാളെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ വിളിക്കുന്നത് ആ ഒരാളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അയാൾക്ക് പുറകെ വരുന്ന 4-5 പേരെ കണ്ടിട്ടാണ്. കാരണം നേതാവ് എപ്പോഴും വേണമെങ്കിലും പോകും, പക്ഷെ ഒരാണി അതിലേക്ക് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പോകൂല. കാരണം നേതാക്കന്മാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ലാഭങ്ങളോ നോക്കിയായിരിക്കും അവർ നിൽക്കുക. ആണികൾ അങ്ങനെയല്ല. അവർ വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മാറൂല. അതാണ്. അപ്പോൾ ശ്രീലേഖ എന്ന് പറഞ്ഞ മുൻ IPS-കാരിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എപ്പോഴും അതറിയാവുന്ന എത്ര ഉദാഹരണങ്ങളാണ്. നാണോ മാനം കെട്ട് നിൽക്കുന്ന എത്ര നേതാക്കൾ വന്ന് കയറി ചെന്ന എത്ര നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ അതിൽ എത്രങ്ങാനും നേതാക്കന്മാരുണ്ട്, എത്ര പേരുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ പോയിട്ട്. പക്ഷെ അതൊക്കെ കളിയാക്കി ചിരിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ പക്ഷെ ഇത് വിഷമായിപ്പോയി സത്യം. കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പോയ ഒരാളായിരുന്നു. പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇത് കിട്ടിയില്ല അവർക്ക്. അത് ഭയങ്കരമായിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മളെ സുരേഷ് ഗോപി ജയിച്ചതാണോ ഇവര്? അങ്ങനെയാണോ? അങ്ങനെ ആയതുകൊണ്ടാണോ നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ജയിക്കുമായിരുന്നു? അങ്ങനെയാണോ? ഒരാളുടെ ഫെയിം മാത്രം മതി, ആൾക്കാർ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെയിം. ബാക്കി ഞങ്ങളുടെ ആൾക്കാർ അവിടെ കള്ളവോട്ടും ചെയ്തെങ്ങാണ്ട് വോട്ട് ചോരി നടത്തിങ്ങാണ്ട് ജയിച്ചോളും. അങ്ങനെയാണോ? ഇനി തമ്പുരാനറിയാം. എന്തായാലും മോശമായി പോയി. അവരുടെ സങ്കടം കണ്ടപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു അവരുടെ ആത്മാർത്ഥത ഉള്ളവരുടെ സങ്കടം. അവരുടെ അഭിനയമായിരുന്നില്ല. ഒരു ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് എങ്ങനെ സങ്കടം വന്നത് എന്തായിരുന്നു അത് അവരുടെ മുഖത്തുണ്ടായിരുന്നു. പാവം, സത്യമായിട്ടും പാവം തോന്നിപ്പോയി. നിങ്ങൾക്കൊക്കെ കണ്ണിച്ചോരയില്ല എന്ന് പറഞ്ഞ് വെറുതെ സ്വന്തം സഹജീവികളുടെ പോലും കണ്ണിച്ചോരല്ല നിങ്ങൾക്ക്.